ക്രിസ്ത്യൻ ഫെയറുകളെന്ന് ഇന്ന് എല്ലാവരും അനുസരിക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടായ സംഭവമല്ല. ഒരു 20 വർഷത്തെ കഥയുണ്ട് അതിൻ്റെ പിന്നിൽ. അന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്താണ് ക്രിസ്ത്യൻ ഫെയറുകൾ. സോ ഇതിൻ്റെ ഒരു ആരംഭം എന്ന് പറയുന്നത് 2005 അവിടെ 2005 ഫ്ലോറിഡയിൽ ഒരു ഫ്ലോറിഡയിലുള്ള പോലീസ് ജെഫ്രി എപ്സ്റ്റീൻ ഒരാളെ പിടികൂടി. സോ അയാൾ ചെറിയ പെൺകുട്ടികളെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം അദ്ദേഹത്തിന് പേരുള്ള കേസ്. പക്ഷെ ഇവിടെ കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിലും മാറാണ്. അദ്ദേഹത്തിനെ പിടികൂടിയതിനു ശേഷം വലിയ വക്കീലന്മാർ വരും, പണം വരും, സ്വാധീനം വരും, എല്ലാം ഉപയോഗിച്ചുകൊണ്ട് അയാൾ കേസ് തള്ളിക്കളഞ്ഞു. സോ തള്ളിക്കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. വെറും 13 മാസം മാത്രമാണ് അദ്ദേഹം ജയിലിൽ കിടന്നത്. മാസം 1 കൊല്ലം 1 മാസം കടന്നു. എല്ലാവരും അത് മടങ്ങും. കാരണം ശിക്ഷ കിട്ടി. 13 മാസം ശിക്ഷയ്ക്ക് ശേഷം അത് പുറത്തിറക്കി. എല്ലാവരും അതിനെക്കുറിച്ച് മറന്നു. ഇത് 2005 നടന്ന 2005 അദ്ദേഹം 2006 അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം 2015, അതായത് പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട് 2015 ആകുമ്പോൾ ഒരു സ്ത്രീയുടെ പേര് വിർജീനിയ സംതിങ് ലൈക്ക് ദാറ്റ്. മാക്രോമല്ല, വിർജീനിയ കീ എന്ന് പറയുന്നൊരു സ്ത്രീ. അവര് ധൈര്യമായി മുന്നോട്ട് വരികയാണ്. എപ്സ്റ്റീൻ എന്നൊരു എന്നെയും എൻ്റെ സുഹൃത്തിനെ ഉപദ്രവിച്ചു എന്നാണ് അവർ കേസ് കൊടുത്തത്. കോടതിയിൽ കേസ് കൊടുത്തു. സോ ഈ കേസിൽ തന്നെ അവർ 166 പേരുള്ള ഒരു രഹസ്യ പട്ടിക ഉണ്ടാക്കിയിരുന്നു. സോ എപ്സ്റ്റീൻ്റെ സുഹൃത്തുക്കളെ, എപ്സ്റ്റീൻ എന്ന് പറയുന്നത് ഒരു ബില്യനെയറാണ്, സ്വന്തമായിട്ട് ഐഡൻറ്റിറ്റിയുള്ള ഒരു ബില്യനെയറാണ്. അതായത് ആ 166 പേരുടെ പട്ടികയിൽ എപ്സ്റ്റീൻ്റെ സുഹൃത്തുക്കളുണ്ട്, അത് സന്ദർശിച്ചവരുണ്ട്. പക്ഷേ ജഡ്ജി പറഞ്ഞു ഇത്ര രഹസ്യമായി തന്നെ തുടരട്ടെ, ഹേമ കമ്മിറ്റിയുടെ സംഭവമല്ല, അതുപോലെ രഹസ്യം തുടരട്ടെ, എല്ലാവരും കാണാൻ കഴിയാതെ ഒരു സീക്രട്ട് ബോക്സിൽ അവരത് വെച്ചു. അങ്ങനെ അത് 2015 കഴിഞ്ഞ് പിന്നീട് 4 കൊല്ലം കഴിഞ്ഞ് 2019 അവിടെയാണ് ഒരു വലിയ ഷോക്ക് സംഭവിക്കുന്നത്. ഇവരെ ഇതേ പണ്ട് എന്താ പറയുക, ജയിലിൽ കിടന്ന എക്സ്റ്റീനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഇത്തവണ പക്ഷേ ഇത് രാജ്യം മുത്തറിഞ്ഞു. പക്ഷേ ജയിലിൽ കിടക്കുമ്പോൾ ജയിലിലായ എപ്സ്റ്റീൻ അവിടുത്തെ സെല്ലിൽ തന്നെ തൂങ്ങി മരിക്കുകയാണ്. സോ ബേസിക്കലി അദ്ദേഹം സൂസൈഡ് ചെയ്തു, അത് മരിച്ചു. പക്ഷെ 2015 എക്സ് ബോക്സ് അവിടെ തന്നെ ഉണ്ട് അല്ലേ. സോ ആ ഫയലുകൾ ഇനി രഹസ്യമായിട്ട് തന്നെയാണ് തുടരുന്നത്, പുറത്തോട്ട് വരുന്നില്ല. സോ അതിൻ്റെ ഒരു 4ാം ഭാഗം എന്ന് പറയുന്നത് 2024 സംഭവിക്കുന്നത്. 2019 നിന്ന് 2024 പിന്നീട് ആ ബോക്സ് തുറക്കുന്നത് ആദ്യമായിട്ട്. ന്യൂയോർക്ക് കോടതി പഠനം ഇനി രഹസ്യമല്ല, എല്ലാവരും അത് കാണട്ടെ. സോ ബേസിക്കലി അദ്ദേഹത്തിൻ്റെ ഒരു ക്യാഷ് പവർ നോക്കൂ. 2005 തുടങ്ങി 2015, 2019, 2024 ആയിട്ടാണത് കേസിൻ്റെ കീഴിലുള്ള ഒരു ബോക്സ് തുറക്കുന്നത്. 3 വർഷം കഴിഞ്ഞിട്ടാണ് ആ ഫയലിന് എന്തൊക്കെയാണ് ഉണ്ടായിരുന്നെന്ന് പുറത്തു വരുന്നത് 2024 കേട്ടോ. സോ എന്താണ് ആ ഫയലിലുണ്ടായിരുന്നത്? പ്രശസ്തരായ ആൾക്കാരുടെ പേരുകളാണ്, രാജകുടുംബത്തിലുള്ള ആൾക്കാർ, പ്രസിഡന്റുമാർ, ബില്യനറികൾ. സോ ബേസിക്കലി ഇതിൽ പല പ്രശസ്തരുമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാത്ത, നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത തരത്തിലുള്ള നമ്മളെയൊക്കെ തന്നെ വളരെ ഫാൻസായിട്ടുള്ള പലരും ഇതിലുണ്ട്, ഈ പേരുകളിലുണ്ട് എന്നുള്ളതാണ് രസം. ഫയലിൽ പേരുള്ള എല്ലാവരും കുറ്റക്കാരാണുമില്ല, ചിലർ സാക്ഷികളാണ്, ചിലർ ആ കേസിൽ സഹായിച്ചവരാണ്. ഇതിലൊരു ദ്വീപ് ഇടുന്നുണ്ട്, അത് അത്യാവശ്യം ഈ എക്സ്ട്രീം എന്ന് പറയുന്ന ബില്യനെയറുടെ തന്നെ സ്വന്തം ദ്വീപാണ്. അവിടെയാണ് ഇതെല്ലാം നടന്നത്. ഈ പണ്ടൊരു ഇതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്കിത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ നടന്നിരിക്കാന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു
അതൊരു പിടി മുതൽ ഓൾഡ് ഓൾഡായിട്ടുള്ളൊരു പടമാണ്. ഇംഗ്ലീഷ് മൂവിയുണ്ട്. അത് കിങ്ങേജ് നടക്കുന്ന ഐലൻഡുകളെ കുറിച്ചിട്ടുള്ള ഒരു മൂവി. സ്പേസ് അത് കണ്ടപ്പോൾ ഐഡിയ കിട്ടുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ എൻജിന് നമുക്ക് ആ ഒരു അതെന്താണെന്നുള്ളത് എനിക്ക് ചെയ്തു തരാം. സോ ഇതൊക്കെയാണ് നടന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 10-20 വർഷം കഴുത്തിരുന്നിട്ട് ആണ് ഇതിൻ്റെ ഒരു നീതിക്ക് ഇനി സമയമെടുക്കും എന്നതാണ്. 2026 നമ്മൾ ഇപ്പോഴും സംസാരിക്കുന്നെന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ആൾക്കാരതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. ആരൊക്കെ ആയിരുന്നതുണ്ട് ഒക്കെയാണ് ഇപ്പോൾ 2026 പുതിയ വിശേഷം. പക്ഷേ 20 വർഷത്തിന് ശേഷമാണ് ഇതിനെക്കുറിച്ചിട്ട് പുറത്തോട്ട് കാര്യങ്ങൾ പൂർണ്ണമായി എത്തി വരുന്നത്. ഇത്ര ശക്തി പിടിക്കപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ രാജ്യത്തല്ലെങ്കിലും വേറെ രാജ്യത്താണെങ്കിലും ഇത് അണവ് സ്വാധീനം കൊണ്ട് എല്ലാം മറയ്ക്കാനാവുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സോ ഇവിടെ സംഭവിക്കുന്നത് ചെറിയ കുട്ടികൾ ഉപദ്രവിക്കാനാണ്. സോ വർഷം കഴിഞ്ഞിട്ടും ഇതിനെ നീതി കിട്ടും എന്നുള്ള ഒരു ഇതിലേക്ക് വരികയാണ്. സോ ഇതൊക്കെയാണ് ഇതൊന്നും മനസ്സിലാക്കേണ്ടത്. സോ നോക്കുന്നത് എന്തൊക്കെ പാഠങ്ങൾ ഓടിക്കാം. തെറ്റിയതിൽ ഏകദേശം പുറത്തു വരും. വന്ന് ധൈര്യമുള്ള ആളുകൾ സത്യം പറയണം. എവിടെ പറയണമെന്നുള്ളതും വിഷയമാണ്. സമയം കടന്നാലും സത്യം മരിക്കില്ല. ഇതൊന്നും എല്ലാവരും വേണം കണ്ടറിയാം.